ഗുഡ് ഈവനിങ്, വെൽക്കം ടു സിമ്പിൾ റെസിപ്പീസ്. അതെ, ഈ PCOD ഉള്ളവരുടെയും ഡയബറ്റിക്സ് ഇഷ്യൂ ഉള്ളവരുടെയൊക്കെ ഒരു പ്രധാന പ്രശ്നമായിരിക്കും സ്വീറ്റ് ക്രേവിങ്സ് എന്നുള്ളത്. അതിപ്പോൾ പണ്ട് അവർക്ക് സ്വീറ്റ്സ് ഒട്ടും ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ പോലും ഈ ഒരു ഡയറ്റ് ഫോളോ ചെയ്യുന്ന സമയത്ത് ചെറിയൊരു സ്വീറ്റ് ക്രേവിങ്സ് ഒക്കെ വരും. അപ്പോൾ സ്വീറ്റ് അല്ലെങ്കിൽ ഷുഗർ കട്ട് ചെയ്തിരിക്കുകയാണല്ലോ, ഷുഗർ കഴിക്കാനും പറ്റില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പാൻ കേക്ക് റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത് കേട്ടോ. സ്വീറ്റായിട്ട് കഴിക്കുകയും വേണം, ഹെൽത്തി ആയിരിക്കണം, ഷുഗർ കട്ട് ചെയ്യണം, ഡയറ്റിൽ ഉൾപ്പെടുത്താനും പറ്റണം. അപ്പോൾ ഇതൊരു ബെസ്റ്റ് ചോയ്സാണ്. അവക്കാഡോ നന്നായിട്ട് മാഷ് ചെയ്തെടുക്കാം. കൂടെ ഒരു റോബസ്റ്റ പഴം കൂടി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇനി ഇവക്ക് കൂടി ബ്ലെൻഡ് ആവാൻ എളുപ്പത്തിന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഈ മാഷ് ചെയ്തിട്ടുള്ള അവക്കാഡോയും ബനാനയും, പിന്നെ നമ്മൾ ആദ്യം കുറച്ച് ഓട്സ് ഒന്ന് സോക്ക് ചെയ്ത് വെക്കണം. ആ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഓട്സും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. 2 മുട്ട ചേർത്ത് കൊടുക്കണം. ഫ്ലേവറിന് 1 ടേബിൾ സ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കാം. ഒന്ന് ബാലൻസ് ആവാൻ ഇത്തിരി ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. പാൻ ചൂടാക്കി മിക്സ് ഒരു തവി ഒഴിച്ച് ദോശ ചുടുന്ന പോലെ ചെറുതായിട്ടൊന്ന് റൗണ്ടായി കറക്കി കൊടുക്കാം. എന്നിട്ട് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇത്രയേ ഉള്ളൂ കേട്ടോ, ഇതാണ് ഫൈനൽ റിസൾട്ട്. അപ്പോൾ ക്രേവിങ്സ് ഒക്കെ ഉള്ളവർ, ഹെൽത്തി ആയിട്ട് കഴിക്കണം എന്നുള്ളവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ബൈ ബൈ ഫ്രം സിമ്പിൾ റെസിപ്പീസ്.